യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഈ കഥ ആരംഭിക്കുന്നത് ഷുഗുവാങ് 16 എന്ന ബഹിരാകാശ പേടകത്തിലേക്കുള്ള ദൗത്യത്തിന് തൊട്ടുമുമ്പ് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്ന 2 ആസ്ട്രോണറ്റ്സിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അതിലൊരാൾ ഇതിനോടകം 4 തവണ ബഹിരാകാശ യാത്ര നടത്തിയ പരിചയസമ്പന്നനായ ഗോ സിംഘെയാണ്. അദ്ദേഹത്തിനരികിൽ ഭൂമിക്ക് പുറത്തേക്കുള്ള തന്റെ ആദ്യത്തെ യാത്രയ്ക്കായി തയ്യാറെടുക്കുന്ന മാഫിയുമുണ്ടായിരുന്നു. എല്ലാവരും അവർക്ക് വിജയകരമായ ഒരു ദൗത്യവും സുരക്ഷിതമായ തിരിച്ചുവരവും ആശംസിച്ചു. അന്തരീക്ഷം കയ്യടികളാലും പ്രോത്സാഹനങ്ങളാലും നിറഞ്ഞു. എന്നാൽ റിപ്പോർട്ടർമാർ ബഹിരാകാശ യാത്രികരുടെ കുടുംബാംഗങ്ങളെ അഭിമുഖം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ ഒരു മിസ്സിംഗ് മാഫയ്ക്ക് അനുഭവപ്പെട്ടു. അവിടെ അവന്റെ പിതാവിനായി വെച്ചിരുന്ന കസേര ഒഴിഞ്ഞുകിടക്കുകയാണ്. അവന്റെ കുടുംബം അവിടെയില്ല. ആ നിമിഷം അവനിൽ വല്ലാത്തൊരു വേദന ഉരുത്തിരിഞ്ഞു വന്നു. അവിടെ വെച്ചിട്ടാണ് ലുക്കിംഗ് അപ്പ് എന്ന ചലച്ചിത്രം ആരംഭിക്കുന്നത്. തുടർന്ന് കഥ 1990 കാലഘട്ടത്തിലേക്ക് പോകുന്നു. 1990 സെപ്റ്റംബറിൽ ഏഷ്യൻ ഗെയിംസ് ദീപശിഖ പ്രയാണത്തെ വരവേൽക്കുന്ന ആഘോഷവേളയിൽ സുഹൃത്തുക്കളോടൊപ്പം സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്ന ഒരു കൊച്ചുകുട്ടിയുണ്ടായിരുന്നു. അത് മാഫയാണ്. അന്നത്തെ ദീപശിഖ വാഹകരിൽ ഒരാൾ അവന്റെ പിതാവ് മാ ഹാവോവനായിരുന്നു. ദേശീയ പ്രതീകമായിരുന്ന ഡോങ്പൈ പാലത്തിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിച്ച ഏറെ ബഹുമാനിക്കപ്പെടുന്ന ഒരു എഞ്ചിനീയറാണ് അദ്ദേഹം. പാലത്തിലൂടെ ഓടുന്നതിനു മുമ്പ് മാ ഹാവോവൻ തന്റെ മകന് ഫുട്ബോൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ ഗ്ലോബ് സമ്മാനമായി നൽകി. തുടർന്ന് അഭിമാനത്തോടെ തന്റെ മകനെ തോളിലേറ്റി മുന്നോട്ടു പോവാൻ അദ്ദേഹം തയ്യാറെടുത്തു നിൽക്കെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചിരുന്ന ആ പാലം പെട്ടെന്ന് തകർന്നു വീണു. ഒരു നിമിഷം കൊണ്ട് മാ ഹാവോവന്റെ സൽപ്പേര് തകരുകയായിരുന്നു. പാലത്തിന്റെ നിർമ്മാണത്തിലെ അശ്രദ്ധയുടെ പേരിൽ അദ്ദേഹം കുറ്റാരോപിതനായി. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ രാജ്യത്തിന് അപമാനം വരുത്തിവെച്ചുവെന്ന പഴി അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നു. താമസിയാതെ ശിക്ഷാ വിചാരണ നടന്നു. അദ്ദേഹത്തിന് 7 വർഷത്തെ തടവ് ശിക്ഷയായിരുന്നു ശിക്ഷയായി വിധിക്കപ്പെട്ടത്. ശിക്ഷാ കാലാവധി 1 വർഷം പിന്നിട്ടപ്പോൾ ജയിലിൽ മാ ഹാവോവനെ തേടി ഒരു സന്ദർശക എത്തി. അത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു. ആ കൂടിക്കാഴ്ച അത്രമേൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായി മാറുകയായിരുന്നു. മാ ഹാവോവന്റെ ഭാര്യ സിന്യു വിവാഹമോചനത്തിന് തയ്യാറായിട്ടായിരുന്നു അവിടെ എത്തിയിരുന്നത്. ഭർത്താവിനടുക്കൽ അവർ അക്കാര്യം പറഞ്ഞു. ഉദ്ഘാടനത്തിന് മുമ്പേ തകർന്നു പോയൊരു പദ്ധതിയുടെ പ്രധാന നേതൃത്വം വഹിച്ച വ്യക്തിയുടെ ഭാര്യയായി തുടരുന്നതിൽ അവർ വല്ലാതെ അപമാനം നേരിട്ടിരുന്നു. അതിലങ്ങനെ തുടരാൻ തനിക്ക് സാധിക്കില്ല എന്നവരറിയിച്ചു. മകനും അതുകൊണ്ട് കഷ്ടപ്പെടുകയാണ് എന്നവർ കൂട്ടിച്ചേർത്തു. മകന്റെ ഭാവിയെക്കുറിച്ചോർത്തും താൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ തന്റെ മകൻ കൂടി അനുഭവിക്കരുത് എന്ന് കരുതിയും മാ ഹാവോവൻ ഡിവോഴ്സിന് സമ്മതിച്ചു. വൈകാതെ അവർ തമ്മിൽ വേർപിരിഞ്ഞു. പക്ഷേ ജയിലിലെ വാസം അദ്ദേഹത്തിന് കൂടുതൽ ദുസ്സഹമായിരുന്നു. സഹതടവുകാരാൽ നിരന്തരം അദ്ദേഹം ഉപദ്രവിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ തെറ്റായി വിലയിരുത്തപ്പെട്ടു. ഇപ്പോഴും അദ്ദേഹം ഒറ്റപ്പെട്ടു. ജയിലിനകത്ത് അച്ഛൻ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ ജയിൽ മതിലുകൾക്ക് പുറത്ത് മകനായ മാഫയും സ്വന്തം നിലയിൽ ഒരു പേടി സ്വപ്നത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അച്ഛന്റെ പേരിൽ അവൻ ഒരുപാട് അപമാനിക്കപ്പെട്ടു. സ്കൂളിൽ വെച്ച് പരിഹസിക്കപ്പെട്ടു. പലരും അവനോട് മോശമായി പെരുമാറി. എങ്കിലും അതൊക്കെ സഹിക്കുകയല്ലാതെ മാഫയ്ക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം മാഫൈ രാത്രി വീട്ടിലെത്തിയപ്പോൾ തന്റെ അമ്മയെ മെങ്ങെന്നു പേരുള്ള മറ്റൊരാൾക്കൊപ്പം കാണുന്നത്. മെങ്ങെന്ന് മാഫയോട് സംസാരിച്ചു. വേദന നിറഞ്ഞ അപമാനം നിറഞ്ഞ അവർ കടന്നുപോകുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാഫയെയും അമ്മയെയും രക്ഷിക്കാമെന്നും സംരക്ഷിക്കാമെന്നും മാഫയ്ക്ക് മികച്ച സ്കൂളിൽ പഠിക്കാൻ അവസരം നൽകാമെന്നും മെങ്ങ് വാഗ്ദാനം ചെയ്തു. കുട്ടിയായ മാഫയ്ക്ക് അതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്തായാലും മെങ്ങ് മാഫയുടെ അമ്മയെ വിവാഹം ചെയ്തു. 1997 മാ ഹാവോവൻ ജയിൽ മോചിതനാവുന്നത്. അദ്ദേഹം തന്റെ നാടായ ഡോങ്പേയിലേക്ക് തിരിച്ചെത്തി. പക്ഷെ ആ നഗരം അപ്പോഴും അദ്ദേഹത്തോട് ക്ഷമിച്ചിരുന്നില്ല. തങ്ങളുടെ നാടിനെ അപമാനിച്ചവനായിട്ടാണ് നാട്ടുകാർ അപ്പോഴും അദ്ദേഹത്തെ കണ്ടത്. അവർ അദ്ദേഹത്തെ അവിടെ നിന്നും പുറത്താക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീണ്ടു. സംഘർഷങ്ങൾ ഒഴിവാക്കാനും പ്രശ്നമില്ലാതിരിക്കാനും ആഗ്രഹിച്ച മാ ഹാവോവൻ അവിടെ നിന്നിറങ്ങി. മെങ്ങിനൊപ്പം താമസിക്കുന്ന തന്റെ മുൻ ഭാര്യ സിന്ധ്യുവിനെ കാണാൻ വേണ്ടി ചെന്നു. പ്രധാനമായും മകനെ കാണുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. പക്ഷേ അവിടെ എത്തിയപ്പോൾ മാഫൈ അവിടെ ഉണ്ടായിരുന്നില്ല. മാഫൈ ഇപ്പോൾ ഡോങ്പേയിലെ മികച്ച 4 സ്കൂളുകളിൽ ഒന്നായ ബോയു ഹൈസ്കൂളിലെ ഒരു റെസിഡൻഷ്യൽ വിദ്യാർത്ഥിയാണ്. ആ ഒരു സമയത്താണ് സ്കൂൾ പ്രിൻസിപ്പൽ യാനിൽ നിന്ന് മെങ്ങിനൊരു ഫോൺ കോൾ വരുന്നത്. ക്ലാസ് നിരന്തരം കട്ട് ചെയ്തതിനും ജിൻയോങ്ങിന്റെ ആയോധന കലയെക്കുറിച്ചുള്ള നോവൽ വായിച്ചതിനും മാഫയെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞായിരുന്നു പ്രിൻസിപ്പൽ വിളിച്ചത്.
പരിഭ്രാന്തരായ സിന്യുവും മെങ്ങും സ്കൂളിലേക്ക് ഓടിച്ചെന്നു. വിവരമറിഞ്ഞ് മാ ഹാവോവനും അവരുടെ കൂടെ പോയിരുന്നു. അവിടെ പ്രിൻസിപ്പൽ യാൻ മറ്റു വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് മാഫയെ പരസ്യമായി അപമാനിക്കുന്നത് അവർ കണ്ടു. പിന്നീട് ഓഫീസിൽ വെച്ച് അവർ പ്രിൻസിപ്പലിനോട് മാഫയെ പുറത്താക്കരുതെന്ന് കേണപേക്ഷിച്ചു. പക്ഷെ ആ പ്രിൻസിപ്പൽ വിട്ടുവീഴ്ചയ്ക്കൊന്നും തയ്യാറായിരുന്നേയില്ല. മാഫയെ പോലെ കഴിവില്ലാത്തൊരു വിദ്യാർത്ഥി സ്കൂളിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുകയുള്ളൂ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സമയം മാറി നിന്നതൊക്കെ കണ്ടുകൊണ്ടിരുന്ന മാ ഹാവോവൻ മിടുക്കരായ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഫോട്ടോസിനിടയിൽ നിന്നും ഒരു ഫോട്ടോ അപ്രത്യക്ഷമായത് ശ്രദ്ധിച്ചു. ഇനിയും ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ മാ ഹാവോവൻ നേരെ പ്രിൻസിപ്പൽ റൂമിലേക്ക് കടന്നു ചെന്ന് പ്രശ്നത്തിൽ ഇടപെടാൻ തീരുമാനിച്ചു. പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്യാനും മാ ഹാവോവൻ ഉറച്ചിരുന്നു. അകത്തേക്കെത്തിയ അയാൾ പ്രിൻസിപ്പലിനെ നോക്കി പറഞ്ഞു, നിങ്ങൾ മാർക്കിന് മാത്രം വില നൽകുന്നയാളാണ്. എല്ലാവരെയും അക്കാദമിക് റാങ്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾ വിലയിരുത്തുന്നത്. അത് തീർത്തും ശരിയല്ല. പക്ഷേ മാ ഹാവോവന്റെ വാക്കുകൾ ഒരു പുനർചിന്തയ്ക്ക് പകരം പ്രിൻസിപ്പൽ യാനെ കൂടുതൽ പ്രകോപിതനാക്കുകയായിരുന്നു ചെയ്തത്. തന്റെ മുന്നിൽ നിൽക്കുന്നത് രാജ്യത്തെ അപമാനിച്ച മുൻ ജയിൽ പുള്ളി കൂടിയായ മാ ഹാവോവനാണെന്ന് തിരിച്ചറിയുന്നതോടെ പ്രിൻസിപ്പലിന്റെ മനോഭാവം കൂടുതൽ കഠിനമായി മാറി. അയാൾ അച്ഛനെയും മകനെയും കൂടുതൽ അപമാനിച്ച് സംസാരിക്കാൻ തുടങ്ങി. അത് കേട്ട് മിണ്ടാതിരിക്കാൻ മാ ഹാവോവൻ തയ്യാറായിരുന്നില്ല. തന്റെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യം പ്രിൻസിപ്പലിനോട് പറഞ്ഞുകൊണ്ട് ഹാവോവൻ ഒരു സാഹസികമായ നീക്കം നടത്തി. മാഫൈ സ്കൂളിലെ ആദ്യത്തെ 10 റാങ്കുകൾക്കിടയിൽ എത്തുന്നതുവരെ താൻ അവനെ വ്യക്തിപരമായി പഠിപ്പിക്കും എന്ന് ഹാവോവൻ പറഞ്ഞു. അങ്ങനെ സംഭവിച്ചാൽ മാഫയെ അവിടെ തുടരാനും ബോയു ഹൈസ്കൂളിൽ നിന്ന് തന്നെ ഗ്രാജുവേറ്റ് ആവാനും അനുവദിക്കണം എന്നും ഹാവോവൻ കൂട്ടിച്ചേർത്തു. ആ നിബന്ധന ഒരു വെല്ലുവിളിയായി സ്വീകരിക്കാൻ പ്രിൻസിപ്പൽ യാനും തയ്യാറായിരുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉടലെടുക്കുന്നുണ്ടല്ലോ. മാഫയെ പുറത്താക്കിയാൽ ഈ വെല്ലുവിളി നടക്കില്ല. അതുകൊണ്ട് തന്നെ പരീക്ഷ കഴിയുന്നവരെ മാഫയെ സ്കൂളിൽ തുടരാൻ പ്രിൻസിപ്പൽ അനുവദിച്ചു. അങ്ങനെ മാഫൈ അച്ഛനോടൊപ്പം വീട്ടിലേക്ക് സന്തോഷത്തോടെ മടങ്ങാൻ തുടങ്ങി. പക്ഷെ അച്ഛനെ കണ്ടതും ഉള്ളിലൊതുക്കി വെച്ചിരുന്ന അവന്റെ സങ്കടങ്ങൾ പുറത്തു ചാടി. അച്ഛൻ ജയിലിലായിരുന്ന വർഷങ്ങളിൽ അവനൊരിക്കൽ പോലും ബന്ധപ്പെട്ടിട്ടില്ല എന്നവൻ വേദനയോടെ ഓർത്തു. ഹാവോവൻ അതിന് തന്റെ മകനോട് മാപ്പ് ചോദിച്ചു. തന്നെക്കുറിച്ചോർത്ത് വിഷമിക്കാതെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മകനോട് സ്നേഹപൂർവ്വം അദ്ദേഹം ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം ജോലി അന്വേഷിച്ച് പോകുമ്പോ ഹാവോവൻ തന്റെ മകൻ മാഫയെയും കൂടെ കൂട്ടിയിരുന്നു. പലയിടത്തും അപേക്ഷിച്ചെങ്കിലും ഹാവോവന്റെ തകർന്ന സൽപ്പേര് കാരണം എല്ലാ കമ്പനികളും അദ്ദേഹത്തെ റിജക്ട് ചെയ്തുകൊണ്ടിരുന്നു. മടങ്ങുന്ന വഴിയിൽ തന്റെ പഴയ ജീവനക്കാരനായിരുന്ന ലിയുവിനെ അദ്ദേഹം കണ്ടു. ലിയു തന്നെ സഹായിക്കും എന്നായിരുന്നു ഹാവോവൻ ചിന്തിച്ചത്. പക്ഷേ സഹായിക്കുന്നതിനു പകരം ലിയു അവിടുത്തെ ആളുകളെ കൂട്ടി മാ ഹാവോവനെ പരസ്യമായി പരിഹസിച്ചു. തന്റെ അച്ഛൻ അങ്ങനെ അപമാനിക്കപ്പെടുന്നത് കണ്ട് സഹിക്കാനാവാതെ ദേഷ്യം വന്ന മാഫൈ ലിയുവിനെ തള്ളി വീഴ്ത്തി. പിന്നാലെ അച്ഛനെയും കൂട്ടി അവൻ അവിടുന്ന് പോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വിധി മാ ഹാവോവനെയും ലിയുവിനെയും വീണ്ടും ഒന്നിച്ചെത്തിച്ചു. ഇത്തവണ ലിയു തന്റെ ഒരു കൺസ്ട്രക്ഷൻ വർക്കിൽ കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ടീമിന് നേരിടുന്ന ഒരു നിർമ്മാണ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നേ ഉണ്ടായിരുന്നില്ല. ആ പ്രൊജക്ട് ഒരു സ്തംഭനാവസ്ഥയിലാണ്. അവിടെത്തി അത് നോക്കിക്കണ്ടതും ഹാവോവന് കാര്യം മനസ്സിലായി. ചെറിയൊരു പ്രതിഫലത്തിന് കേവലം 2 മിനിറ്റിനുള്ളിൽ താൻ ആ പ്രശ്നം പരിഹരിച്ചു തരാം എന്ന് ഹാവോവൻ വാഗ്ദാനം ചെയ്തു. മറ്റു വഴികളില്ലാത്തതുകൊണ്ട് ലിയു അത് സമ്മതിച്ചു. ഏവരെയും അതിശയിപ്പിച്ചുകൊണ്ട് തന്റെ അറിവ് വെച്ച് ഹാവോവൻ ആ പ്രശ്നം അങ്ങ് പരിഹരിച്ചു. അതും 2 മിനിറ്റിൽ താഴെ സമയം കൊണ്ട്. കഴിഞ്ഞ ദിവസം താൻ ചെയ്ത പ്രവൃത്തി ആലോചിച്ചപ്പോൾ ലിയുവിന് കുറ്റബോധവും തോന്നാതിരുന്നില്ല. ലിയു തന്റെ ആ പെരുമാറ്റത്തിന് ഹാവോവനോട് മാപ്പ് ചോദിച്ചു. പക്ഷേ ഹാവോവന്റെ ഉള്ളിൽ ഒരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല. ന്യായമായ വേതനവും സ്ഥിരമായ ജോലിയും മാത്രമായിരുന്നു ഹാവോവന്റെ ആവശ്യം. അക്കാര്യം ലിയുവിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ലിയുവും അതിനുള്ള അവസരം ഹാവോവന് നൽകാമെന്ന് പറഞ്ഞു. കാലക്രമേണ തനിക്കും മകനും ജീവിക്കാനുള്ള വരുമാനം അദ്ദേഹം സമ്പാദിക്കാൻ തുടങ്ങി. താമസിയാതെ നിർമ്മാണ രംഗത്ത് വെല്ലുവിളികൾ നേരിടുന്ന തന്റെ ഒരു പഴയ ശിഷ്യനായ ലിയു ദാത്തോ മാ ഹാവോവനെ സമീപിച്ചു. ഹാവോവന് സ്ഥിരമായ ജോലി ആവശ്യമാണെന്നറിഞ്ഞ ലിയു അദ്ദേഹത്തെ മാന്യമായ ശമ്പളത്തിൽ ജോലിക്കെടുത്തു. അവർക്ക് താമസിക്കാൻ നല്ലൊരു സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അന്ന് രാത്രി ആയിടത്ത് താമസമാക്കുമ്പോൾ അച്ഛൻ പ്രിൻസിപ്പലിനടുക്കൽ വെല്ലുവിളി നടത്തിയതുപോലെ തനിക്കാദ്യ 10 റാങ്കിനുള്ളിൽ എത്താൻ സാധിക്കുമോ എന്ന് സംശയമുണ്ട് എന്ന് മാഫൈ അച്ഛനോട് പറഞ്ഞു. എങ്കിലും അച്ഛനെ നിരാശപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. താൻ കഷ്ടപ്പെടും എന്നും അവൻ കൂട്ടിച്ചേർത്തിരുന്നു. ആ സമയം ഹാവോവൻ മകനോട് പറഞ്ഞു, നിന്നെ ഒന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചൊരു തന്ത്രം മാത്രമായിരുന്നു അത്. അല്ലാതെ നീ 10ാം റാങ്കിനുള്ളിൽ ഉറപ്പായും എത്തണം എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതോർത്ത് എന്റെ മോൻ ടെൻഷനാവേം വേണ്ട. അസാധ്യമായ കാര്യങ്ങൾ നേടുന്നതിനേക്കാൾ നിന്റെ ശ്രമം കൊണ്ട് നീ എവിടെ എത്തുന്നുവോ അത് മാത്രം മതി എന്നായിരുന്നു ഹാവോവൻ പറഞ്ഞത്. പക്ഷേ
പക്ഷേ എപ്പോഴും ലക്ഷ്യത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യണം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ മകൻ ഒരു ബുദ്ധിമാനാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അവന്റെ വിജയത്തിനു വേണ്ടി എന്തു സഹായം ചെയ്യാനും ഹാവോവൻ തയ്യാറുമായിരുന്നു. ഓരോ ഘട്ടത്തിലും ഹാവോവൻ മകനെ പഠനത്തിൽ സഹായിച്ചുകൊണ്ടിരുന്നു. പഠിക്കുന്ന കാര്യങ്ങൾ വെറുതെ കാണാപ്പാഠം പഠിക്കാതെ ഈ ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു, നീ പഠിക്കുന്ന കാര്യങ്ങളുടെ പിന്നിലെ കാരണങ്ങൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി അത് വിപുലമായി പഠിക്കാൻ ഹാവോവൻ മകനെ പ്രോത്സാഹിപ്പിച്ചു. അച്ഛന്റെ മാർഗനിർദ്ദേശത്തിൽ മാഫൈ മുന്നിട്ടു വന്നു. അവൻ പഠനത്തെ ഗൗരവമായിട്ടെടുത്തു. ക്രമേണ അവന്റെ റാങ്ക് പതിയെ മെച്ചപ്പെടാനും ആരംഭിച്ചു. അവനെ കൂടുതൽ പഠനകാര്യത്തിൽ സഹായിക്കാൻ ഹാവോവൻ കഠിനാധ്വാനം ചെയ്തു. പഠനത്തിന് അവന് സഹായമാകുവാൻ വേണ്ടി തന്റെ മകനായി അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ വാങ്ങി നൽകി. അത് പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ മാഫയെ സഹായിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം തിയാൻ സിയാങ് എന്നൊരു സ്ത്രീ അവരുടെ വീട് സന്ദർശിച്ചു. മാഫയുടെ പുരോഗതി അറിയാൻ വന്ന അവന്റെ ക്ലാസ് ടീച്ചറായിരുന്നു അവർ. അവരെത്തുമ്പോ മാഫൈ കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടതും അവർ വല്ലാതെ അക്കാര്യത്തിൽ ആശങ്കപ്പെട്ടു. വീഡിയോ ഗെയിമുകൾ കുട്ടികളെ മടിയന്മാരാക്കുമെന്ന് ഹാവോവൻ അവർ മുന്നറിയിപ്പ് നൽകി. പക്ഷേ പഠനം മാത്രമായാൽ അത് കുട്ടികളുടെ സ്വാഭാവിക താല്പര്യങ്ങളെ നശിപ്പിക്കുമെന്നും പഠനത്തെ കഠിനമാക്കുമെന്നുമായിരുന്നു ഹാവോവന്റെ വിശദീകരണം. കുട്ടികൾക്ക് വേണ്ട വിശ്രമ സമയവും വിനോദവും ആവശ്യമാണ് എന്ന് ഹാവോവൻ ടീച്ചർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഒടുവിൽ തിയാൻ സിയാങ്ങിന് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വ്യക്തമായി. പിന്നീട് ആ അധ്യാപിക പ്രിൻസിപ്പൽ യാനടുക്കൽ ചെന്ന് മാഫയുടെ ഗ്രേഡുകൾ മെച്ചപ്പെട്ടതായും അവൻ ക്ലാസ്സിൽ 5 റാങ്ക് മുന്നിലെത്തിയതായും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ പ്രിൻസിപ്പൽ അതിൽ തൃപ്തനായില്ല. കുട്ടിയെ പുച്ഛത്തോടെ കാണുന്നത് അദ്ദേഹം തുടരുകയായിരുന്നു ചെയ്തത്. അടുത്ത ദിവസം സ്കൂളിലേക്കുള്ള വഴിയിൽ മാഫൈ ഒരു പ്രാദേശിക ഗുണ്ടാ സംഘത്തിന്റെ പ്രശ്നങ്ങളിൽ അകപ്പെട്ടു. മകനെ രക്ഷിക്കാൻ ഹാവോവൻ അതിൽ ഇടപെടുകയും താൻ ഇത് കൈകാര്യം ചെയ്തോളാം, നീ സ്കൂളിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞ മകനെ പറഞ്ഞയക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഓടിപ്പോയ മാഫൈ അന്ന് സ്കൂളിലെത്തിയപ്പോഴേക്കും വൈകിയിരുന്നു. അക്കാരണം കൊണ്ട് സ്കൂളിൽ അവൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. പിന്നീടാണ് ഒരു മീറ്റിംഗ് വരുന്നത്. മാഫയോട് കൂടുതൽ കരുതൽ കാണിച്ചു എന്നൊരു കാരണം കൊണ്ട് പ്രിൻസിപ്പൽ യാൻ അധ്യാപിക തിയാൻ സിയാങ്ങിന്റെ പെർമനന്റ് പോസ്റ്റിലേക്കുള്ള അപേക്ഷ തടഞ്ഞുവെച്ചു. കാര്യങ്ങൾ അതോടെ കുറച്ച് വഷളായി. വീട്ടിലെത്തിയ മാഫൈ തനിക്ക് വേണ്ടി സംസാരിച്ചതിന് പ്രിൻസിപ്പൽ ടീച്ചറെ ശിക്ഷിച്ച കാര്യം അച്ഛനോട് പറഞ്ഞു. ഹാവോവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അദ്ദേഹം തിരിഞ്ഞപ്പോൾ അന്ന് ഗുണ്ടകളുടെ മർദ്ദനമേറ്റ് അദ്ദേഹത്തിന്റെ മുഖത്തേറ്റ മുറിപ്പാടുകൾ മാഫൈ നോക്കിക്കണ്ടു. മാഫൈക്ക് അത് കണ്ട് വിഷമം തോന്നി. അതേസമയം ഡോങ്പേയ് പാലം തകർന്നതിന് ഇപ്പോഴും ഹാവോവനെ കുറ്റപ്പെടുത്തിയിരുന്ന അയൽക്കാർ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ തടിച്ചുകൂടി. അവിടെ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു പോകണം എന്നാവശ്യപ്പെട്ടു. നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് ഹാവോവൻ ആകെ വല്ലാതായി കഴിഞ്ഞിരുന്നു. അദ്ദേഹം എല്ലാവരോടും പൊട്ടിത്തെറിച്ചു. അവിടെ നിന്ന് പോവില്ല എന്നുറച്ചു പറഞ്ഞു. ഹാവോവന്റെ ആ പൊട്ടിത്തെറിയിൽ അയൽക്കാർ ഒന്ന് ഭയന്ന് പിന്മാറിയിരുന്നു. പിറ്റേന്ന് രാവിലെ മാഫൈ നേരത്തെ എഴുന്നേറ്റ് തന്റെ അച്ഛനൊരു കുറിപ്പെഴുതി വെച്ചു. അച്ഛനെപ്പോലെ ഒരിക്കലും തോറ്റുകൊടുക്കാത്ത ഒരാളായി താൻ മാറുമെന്ന് അതിൽ അവൻ എഴുതിയിരുന്നു. പിന്നീട് അന്ന് തന്നെ ഹാവോവൻ പാലം തകർന്നതിനെ കുറിച്ച് അത്രനാൾ അന്വേഷിച്ച് താൻ ശേഖരിച്ച തെളിവുകൾ സമർപ്പിക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. ഗുണനിലവാരമില്ലാത്ത നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും പാലം പണിയിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം തെളിവുകൾ വെച്ച് ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ പോലീസ് അദ്ദേഹത്തിന്റെ വാദങ്ങൾ തള്ളിക്കളയുകയായിരുന്നു ചെയ്തത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ അവർ ഗൗരവമായി എടുത്തതേയില്ല. അതൊക്കെ പൂർണ്ണമായും കഴിഞ്ഞ കാര്യമാണെന്ന മട്ടിൽ പോലീസുകാർ അദ്ദേഹത്തെ അവഗണിച്ചു. അതിൽ ഹാവോവന് വല്ലാത്ത നിരാശ തോന്നിയിരുന്നു. പുറത്തേക്കിറങ്ങി വരുമ്പോൾ അവിടെ മകൻ മാഫൈ നിൽക്കുന്നുണ്ടായിരുന്നു. മാഫൈയാകട്ടെ അവിടെ വരാനിരിക്കുന്ന ഒരു ഏർഷയെക്കുറിച്ച് ആവേശത്തോടെ തന്റെ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. എല്ലാം കൊണ്ടും നിരാശയിൽ ആണ്ടുപോയിരുന്ന ഹാവോവൻ തന്റെ മകനെടുക്കൽ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പൊട്ടിത്തെറിച്ചു. വല്ലാത്ത സങ്കടമായിരുന്നു മാഫൈക്ക് വന്നത്. തന്റെ അച്ഛനെ തള്ളി സങ്കടത്തിലും ദേഷ്യത്തിലും അവൻ അവിടുന്ന് പോയി. കുറച്ചു കഴിഞ്ഞതും തന്റെ തെറ്റെന്താണെന്ന് ഹാവോവന് ബോധ്യപ്പെട്ടു. ഹാവോവൻ മാഫയുടെ അടുത്തെത്തി തന്റെ മകനോട് ക്ഷമ ചോദിച്ചു. ഹാവോവനെ ആ എയർ ഷോയ്ക്ക് കൊണ്ടുപോകാം എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പക്ഷേ എയർ ഷോ നടക്കുന്ന ദിവസം പരീക്ഷാ കാലയളവായതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോകാൻ പ്രിൻസിപ്പൽ യാൻ അവൻ അനുവാദം നൽകിയില്ല. വിവരം ഹാവോവന്റെ ചെവിയിലെത്തി. മാഫൈ ആകട്ടെ ധീരമായ ഒരു തീരുമാനമെടുത്തു. ഹോസ്റ്റലിൽ നിന്നും ചാടി പുറത്തു പോവുക. രഹസ്യമായി അവൻ സ്കൂളിൽ നിന്ന് പുറത്തു കടന്നു. ഒടുവിൽ അച്ഛൻ അടുക്കലെത്തി. അവരൊന്നിച്ച് എയർ ഷോ കാണാൻ പോയി. പക്ഷെ അവിടെ എത്തിയപ്പോഴോ ടിക്കറ്റുകളൊക്കെ വിറ്റുപോയിരുന്നു. ഹാവോവൻ പക്ഷേ
തോറ്റു പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല. മകനെ അദ്ദേഹം അടുത്തുള്ള വലിയൊരു കുന്നിന്റെ മുകളിലേക്ക് കൊണ്ടുചെന്നു. അവിടെ നിന്ന് അവരായി എയർ ഷോ വ്യക്തമായി കണ്ടു. പിന്നീട് അവരൊന്നിച്ച് വീട്ടിലേക്ക് മടങ്ങാനായി ബസ് കയറി. യാത്രക്കിടയിൽ ഒരു വിശ്രമ കേന്ദ്രത്തിൽ നിന്ന് ചൂടുവെള്ളം എടുക്കാനായി മാഫൈ ബസ്സിൽ നിന്നിറങ്ങി. പക്ഷേ തിരികെ വന്നപ്പോ തിരക്കിനിടയിൽപ്പെട്ട് അവൻ ബസ് മാറി കയറിയ ബസ്സിൽ അച്ഛനില്ലെന്ന് കണ്ടതും മാഫൈ ഒന്ന് പരിഭ്രാന്തനായിരുന്നു. തന്റെ മകനെ കാണാനില്ലാതെ ഹാവോവനും വല്ലാതായി. ഇരുവരും പരസ്പരം തിരയാനും ആരംഭിച്ചു. ആ സമയത്തായിരുന്നു ആ പ്രദേശത്ത് ശക്തമായി മഴ പെയ്യാൻ ആരംഭിച്ചത്. പെട്ടെന്നായിരുന്നു ഒരു മിന്നൽ പ്രളയം രൂപപ്പെട്ടതും. ഹാവോവൻ അപ്പോഴും മകനെ തിരയുകയായിരുന്നു. മാഫൈയാകട്ടെ വെള്ളത്തിൽ പെട്ടുപോവുകയും ചെയ്തു. മാഫൈ പക്ഷേ തോറ്റു പിന്മാറിയില്ല. തന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാൻ പാകത്തിന് അവനൊരു ചെറിയ ചങ്ങാടം നിർമ്മിച്ചു. ഒടുവിൽ രക്ഷാപ്രവർത്തകരെത്തി മാഫൈയെ രക്ഷപ്പെടുത്തി. അച്ഛനും മകനും വീണ്ടും ഒന്നിക്കുകയും ചെയ്തു. കുറച്ചു നാളുകൾ കൂടി മുന്നോട്ടേക്ക് പോയി. മാഫൈയുടെ എക്സാം ഒക്കെ കഴിഞ്ഞിരുന്നു. എക്സാം ഫലം വരുന്ന ദിവസമെത്തി. പക്ഷേ മാഫൈ ആദ്യ 10 ഇടം പിടിച്ചില്ല. അവന് 64ാം റാങ്കായിരുന്നു ലഭിച്ചത്. ഇതിനിടെ മാഫൈയുടെ എസ്സേ എടുക്കാനായി തിയാൻ സിയാങ് രഹസ്യമായി അധ്യാപകരുടെ ഓഫീസിൽ കയറി. മാഫൈ മനോഹരമായി ഉപന്യാസം എഴുതിയിട്ടുണ്ട് എന്നവർ ഉറപ്പുണ്ടായിരുന്നു. അവർ നോക്കിയപ്പോൾ ആ എസ്സേക്ക് വെറും 0 മാർക്കാണ് ഇട്ടിരിക്കുന്നത്. അത്ര നല്ല ഉപന്യാസത്തിന് ആ മാർക്ക് കിട്ടിയത് ശരിയല്ല എന്നവർക്ക് തോന്നി. ഹാവോവൻ അതുമായി പ്രിൻസിപ്പൽ യാനെ കാണാൻ വേണ്ടി ചെന്നു. ആ സമയം അവിടെ മറ്റ് അധ്യാപകരുൾപ്പെടെ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. അങ്ങോട്ടേക്കെത്തിയ ഹാവോവൻ പ്രശ്നം ഉന്നയിച്ചു. മാഫൈക്ക് അവന്റെ ഉപന്യാസം പ്രിൻസിപ്പലിന്റെയും മറ്റ് അധ്യാപകരുടെയും മുന്നിൽ വെച്ച് അവതരിപ്പിക്കാൻ അനുവാദം വേണമെന്ന് ഹാവോവൻ ആവശ്യപ്പെട്ടു. പ്രിൻസിപ്പൽ യാൻ ആദ്യം വിസമ്മതിച്ചെങ്കിലും മാഫൈക്ക് ഒരവസരം നൽകണമെന്ന് മറ്റധ്യാപകർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അതോടെ പ്രിൻസിപ്പലിന് അതിന് സമ്മതിക്കേണ്ടി വന്നു. ഒരു ബഹിരാകാശ യാത്രികനാകാനുള്ള തന്റെ സ്വപ്നത്തെക്കുറിച്ചും രാജ്യത്തെ അപമാനിച്ചവനെന്ന് മുദ്രകുത്തപ്പെട്ട ഒരാളുടെ മകനായി താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെ കുറിച്ചുമെല്ലാമായിരുന്നു അവന്റെ ആ ഉപന്യാസത്തിൽ ഉണ്ടായിരുന്നത്. ജീവിതത്തിൽ അത്രമേൽ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടും തന്റെ അച്ഛനെയോർത്ത് താൻ അഭിമാനിക്കുന്നുവെന്നും ഓരോ കുട്ടിക്കും അവരുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാൻ അവകാശമുണ്ടെന്നും പ്രത്യേകിച്ച് അവർ കഠിനമായി അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവേണ്ടത് അനിവാര്യമാണെന്നും മാഫൈ വികാരഭരിതമായി പറഞ്ഞു. അവന്റെ വാക്കുകളിലും ഉപന്യാസത്തിലും ആകൃഷ്ടരായ അധ്യാപകർ ആ ഉപന്യാസത്തിന് പൂർണ്ണ മാർക്ക് നൽകാൻ തീരുമാനിച്ചു. അത് കേട്ടതും ഹാവോവന്റെ ഉള്ളം അഭിമാനം കൊണ്ട് നിറഞ്ഞിരുന്നു. സിൻയുവും മെങ്ങും മാഫൈയുടെ ആ എഴുത്തിൽ അത്യന്തം സ്വാധീനിക്കപ്പെട്ടു. ആ സമയത്തായിരുന്നു മാനസിക നില തെറ്റിയ ഒരു വ്യക്തി സ്കൂളിൽ കയറി പരിഭ്രാന്തി പരത്താൻ ആരംഭിച്ചത്. വിവരം പ്രിൻസിപ്പൽ യാന്റെ ചെവിയിലെത്തി. അവനെ പിടിച്ച് പുറത്താക്കാൻ പ്രിൻസിപ്പൽ യാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ ഹാവോവൻ അവരെ തടഞ്ഞു. മാനസിക നില തെറ്റിയ ആ മനുഷ്യനെ സംരക്ഷിച്ചു. സത്യം വെളിപ്പെടുത്താനും നിങ്ങളുടെ ഉള്ളിലെ കാര്യങ്ങൾ പുറം ലോകം അറിയട്ടെ എന്നും ഹാവോവൻ പ്രിൻസിപ്പലിനോട് ആവശ്യപ്പെട്ടു. പ്രിൻസിപ്പൽ യാൻ മൗനം പാലിച്ചപ്പോ മാനസിക രോഗിയായിട്ടുള്ള ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ പ്രിൻസിപ്പൽ യാനിന്റെ മകനാണെന്ന് ഹാവോവൻ വെളിപ്പെടുത്തി. പണ്ട് സ്കൂളിലെ മികച്ച വിദ്യാർത്ഥിയും ആ സ്കൂളിന്റെ അഭിമാനവുമായിരുന്നു ആ പയ്യൻ. ഒരിക്കൽ ഒരു പരീക്ഷയിൽ തോറ്റപ്പോൾ യാൻ മകനോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. അവൻ തന്റെ മകനല്ലെന്ന് പറഞ്ഞു. വൈകാരികമായ ആ ആഘാതത്തിൽ വിഷാദത്തിലായ ആ പയ്യൻ കെട്ടിടത്തിന് മുകളിൽ നിന്ന് എടുത്തു ചാടി. പക്ഷേ അവൻ രക്ഷപ്പെട്ടു. തലയ്ക്ക് സാരമായി ക്ഷതമേറ്റ അവന്റെ മാനസിക നില തെറ്റി. കുറ്റബോധവും സങ്കടവും കൊണ്ട് പ്രിൻസിപ്പൽ യാൻ ആ നിമിഷം തകർന്നുപോയിരുന്നു. അക്കാദമിക് വിജയം പ്രധാനമാണെങ്കിലും ഒരു പിതാവെന്ന നിലയിലുള്ള ഉത്തരവാദിത്തം അതിലും എത്രയോ വലുതാണെന്ന് ഹാവോവൻ പ്രിൻസിപ്പൽ യാനോട് പറഞ്ഞു. പിന്നാലെ തന്റെ മകനുമായി അവിടെ നിന്ന് മടങ്ങി. വർഷങ്ങൾ ഒരുപാട് വീണ്ടും കടന്നുപോയി. മാഫൈ ഫ്ലൈറ്റ് അക്കാദമിയിൽ പ്രവേശനം നേടി. ബഹിരാകാശ യാത്രികനാവുക എന്ന തന്റെ സ്വപ്നത്തിലേക്ക് അവൻ അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹാവോവൻ തിയാൻ സിയാങ്ങിനെ വിവാഹം കഴിച്ചു. പുതിയൊരു ജീവിതം ആരംഭിച്ചു. എന്നാൽ ഡോങ് പെയ് പാലം തകർന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണം ഒരു ഘട്ടത്തിൽ ഹാവോവൻ തിരിച്ചറിഞ്ഞു. അതോടെ പഴയ കാര്യങ്ങൾ വീണ്ടും ഉയർന്നു വരാൻ തുടങ്ങി. അത് ഹാവോവന്റെ മാത്രം പിഴവായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ജീവനക്കാർ വ്യക്തിപരമായ നേട്ടങ്ങൾക്കും സ്ഥാനക്കയറ്റത്തിനുമായി മനഃപൂർവ്വം നിലവാരമില്ലാത്ത
വസ്തുക്കൾ ഉപയോഗിച്ച് ആ പദ്ധതി അട്ടിമറിച്ചതായിരുന്നു. അതോടെ തന്റെ പേര് കളങ്കരഹിതമാക്കാൻ നിയമപോരാട്ടം ആരംഭിക്കാൻ ഹാവോവൻ തീരുമാനിച്ചു. അതിനെപ്പറ്റി തന്റെ മകൻ മാഫയോട് ഡിസ്കസ് ചെയ്തു. പക്ഷേ പഴയ മുറിവുകൾ വീണ്ടും തുറക്കുന്നതിനേക്കാൾ തങ്ങൾ ഒന്നിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഇപ്പോഴുള്ള സന്തോഷമാണ് വലുതെന്നായിരുന്നു മാഫയുടെ മറുപടി. അച്ഛനെ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മാഫൈ ശ്രമിച്ചു. പക്ഷേ ഹാവോവന് അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. തനിക്ക് നീതി വേണം എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അതിന്റെ പേരിൽ ഹാവോവനും മാഫയും തമ്മിൽ വലിയ തർക്കം തന്നെയുണ്ടായി. ആ തർക്കം അച്ഛനും മകനുമിടയിൽ ഒരു അകൽച്ചയുണ്ടാക്കി. അവരുടെ ബന്ധത്തിൽ വിള്ളൽ വീണു. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് തിരികെ വരുന്നു. എന്തുകൊണ്ടാണ് തന്റെ അച്ഛൻ ആ പത്രസമ്മേളനത്തിന് വരാതിരുന്നതെന്ന് മാഫയ്ക്ക് പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ട്. ഹാവോവൻ ഇപ്പോഴും തന്നോട് ക്ഷമിച്ചിട്ടുണ്ടാവില്ല എന്നവന് തോന്നിയിരുന്നു. താമസിയാതെ മാഫയും സഹപ്രവർത്തകരും തങ്ങളുടെ ബഹിരാകാശ പേടകത്തിൽ ഭ്രമണപഥത്തിലേക്ക് യാത്ര തിരിച്ചു. അവർ അവിടെ എത്തിച്ചേർന്നു. അവരുടെ നേട്ടത്തിൽ രാജ്യം മുഴുവൻ അഭിമാനിച്ചു. എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നല്ല രീതിയിൽ മുന്നോട്ടു പോവുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു ദുരന്തം സംഭവിക്കുന്നത്. ഒരു ഉൽക്കാശില പേടകത്തിന്റെ ആശയവിനിമയ ആന്റിന തകർത്തു. അതോടെ പേടകവും ഭൂമിയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ആഴ്ചകളോളം മാഫൈ ബഹിരാകാശത്ത് പെട്ടുപോയി. ആ സമയത്ത് താൻ ഒരിക്കലും തോറ്റുകൊടുക്കാത്ത ഒരാളായി വളരും എന്നവൻ പണ്ട് അച്ഛൻ എഴുതിക്കൊടുത്ത സന്ദേശം ഓർത്തു. ആ ഓർമ്മ അവന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറി. കടുത്ത അപകട സാധ്യത ഉണ്ടായിരുന്നിട്ടും ജീവൻ പണയം വെച്ച് തകർന്ന ആന്റിന സ്വയം നന്നാക്കാൻ മാഫൈ തീരുമാനമെടുത്തു. അവൻ അതിനായി പേടകത്തിൽ നിന്ന് പുറത്തു കടന്നു. പിന്നെ അവിടെ നടന്നത് ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. എന്നിരുന്നാലും എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് അവൻ അക്കാര്യത്തിൽ വിജയം നേടി. ഭൂമിയുമായുള്ള പേടകത്തിന്റെ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. അത് വലിയ വാർത്തയായി മാറിയിരുന്നു. പിന്നാലെ മാഫയും സഹപ്രവർത്തകനും സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തി. എല്ലാ വിവരങ്ങളും അറിഞ്ഞിരുന്ന ഹാവോവൻ മകൻ തിരിച്ചെത്തുന്ന വേളയിൽ താനുണ്ടാകണമെന്നുറപ്പിച്ച് അവനെ കാണാൻ വേണ്ടി ചെന്നു. ഹാവോവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം അദ്ദേഹത്തിന്റെ മകൻ പൂർണ്ണമാക്കിയിരുന്നു. രാജ്യം തന്നെ അവനെ ആദരിക്കുന്ന നിമിഷം, രാജ്യം അവനെയോർത്ത് അഭിമാനിക്കുന്ന നിമിഷം, അതായിരുന്നു ഹാവോവന് വേണ്ടിയിരുന്നത്. തന്റെ മകനെടുക്കൽ അദ്ദേഹം ആശംസകൾ അറിയിച്ചു. മാഫൈ മറുപടി പറഞ്ഞത് അച്ഛന്റെ മകനായി ജനിക്കാൻ പറ്റിയതിലും ജീവിക്കാൻ സാധിച്ചതിലുമാണ് താനേറെ അഭിമാനം കൊള്ളുന്നത് എന്നായിരുന്നു. ആ ദൃശ്യത്തിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. അച്ഛന്റെയും മകന്റെയും സ്നേഹബന്ധത്തിന്റെയും കരുതലിന്റെയും കഥ പറഞ്ഞ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.